ഹൈ ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2025 എൻ്റെ കുറച്ച് പ്ലാനിങ്സും കാര്യങ്ങളൊക്കെയാണ്. ട്രേഡിങ്ങിൽ എന്തൊക്കെ അച്ചീവ് ചെയ്യണം എന്നാണ് പ്ലാനിങ്. അത് നടക്കില്ലെന്നൊന്നും അറിയില്ല, പക്ഷേ എന്താണ് ഞാൻ പ്ലാൻ ചെയ്തത്, പ്ലാനിങ് എന്നുള്ളതിനുപരി എൻ്റെ ഒരു ഗോൾ 2025 കഴിയുമ്പോഴേക്ക് എന്താവണം, ട്രേഡിങ്ങിൽ ഞാൻ ഏതൊരു പൊസിഷനിൽ എത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഗോൾ അല്ലെങ്കിൽ എയിം. അതാണ് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓവർ വലിച്ചിട്ടാണ്ട് നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ജനുവരിയാണ്. ജനുവരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2025 ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2025 ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 150 ക്വാണ്ടിറ്റിയാണ്. എൻ്റെ ഇപ്പോഴത്തെ ലൈവ് ട്രേഡിൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം. ഇപ്പോൾ ഞാൻ 150 ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് 2 ലോട്ടാണ്. ഒരു ലോട്ട് 75 ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ 2 ലോട്ട് എന്ന് പറഞ്ഞാൽ 150 ക്വാണ്ടിറ്റിയാണ്. അത് ഞാൻ ഉപയോഗിച്ച ക്യാപിറ്റൽ 75,000 ആണ്. അത് നിഫ്റ്റിയിൽ മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ചെയ്യലില്ല. അപ്പോൾ ഈ 75,000 രൂപ ക്യാപിറ്റലിലേക്ക് എങ്ങനെ എത്തിയെന്ന് വെച്ചാൽ, നിഫ്റ്റി മുന്നേ 50 ക്വാണ്ടിറ്റി ആയിരുന്നു. 25 അതിൻ്റെ മുന്നേ 50 ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ 50 ക്വാണ്ടിറ്റി ഉള്ള സമയത്ത് ഞാൻ ചെയ്തത് 25,000 ക്യാപിറ്റൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ പകുതി 25 ക്വാണ്ടിറ്റി ആയപ്പം അത് 12,500 ആയിരിക്കും ഒരു ലോട്ടിന് വേണ്ടി വരാം. അതിനുശേഷം അതിപ്പം മാറ്റിയിട്ട് 75 ക്വാണ്ടിറ്റിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ 75 ക്വാണ്ടിറ്റി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും 37,500 ആയിരിക്കും അതിന് ഒരു ലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യം വരാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്ത് 2 ലോട്ടിലായതുകൊണ്ട് 150 ക്വാണ്ടിറ്റി ആയതുകൊണ്ടും ഇതിൻ്റെ ഡബിൾ 75,000 ആയിരിക്കും എനിക്ക് ക്യാപിറ്റൽ ആവശ്യം വരാം. അപ്പോൾ ഞാൻ ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു രീതിയിലാണ്. 150 ക്വാണ്ടിറ്റി, 2 ലോട്ട്, 75,000 രൂപ ക്യാപിറ്റൽ നിഫ്റ്റിയിൽ. ഓക്കെ, ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 ഒരു ഗോൾ എന്ന് പറഞ്ഞത് ജനുവരിയിൽ നിന്ന് ഡിസംബർ ഒരു 12 മാസം ടൈം ഉണ്ടല്ലോ. ആ 12 മാസം കൊണ്ട് 2 ലോട്ടിൽ ഇപ്പോൾ തുടങ്ങിയത് ഒരു 10 ലോട്ടിൽ എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ജനുവരി ചെയ്യുന്നത് 1 ലോട്ടാണ്. ക്വാണ്ടിറ്റി 75 ആണ്. ക്യാപിറ്റൽ 37,500 അല്ല, ഇത് ജനുവരിയിലല്ല, ഇത് ഒരു ലോട്ടാണെങ്കിലുള്ളതാണ് പറയണത്. ഒരു ലോട്ട് ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി 75 ആയിരിക്കും, ക്യാപിറ്റൽ 37,500 ആയിരിക്കും. അതിൽ ടാർഗറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 2,250 ആയിരിക്കും പ്രോഫിറ്റ് വരിക. കാരണം ഞാൻ 30 പോയിൻറ്റ്സാണ് നിഫ്റ്റിയിൽ ടാർഗറ്റ് വെക്കുന്നത്. അത് കറക്റ്റ് ബി ഓർഡർ ഇട്ടിട്ട് 30 പോയിൻറ്റ് ടാർഗറ്റ് വെച്ചാൽ ഈ രീതിയിലാണ് വരിക. ഇനി അതല്ല 1:5 കൂടുതലൊക്കെ കിട്ടുന്ന ട്രേഡ് ആണെങ്കിൽ ഇതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. എന്തായാലും ഒരു ആവറേജ് ഒരു ബേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 1:5 ടാർഗറ്റ് വെക്കുന്ന സമയത്ത് 30 പോയിൻറ്റ്സാണ് ഞാൻ ക്യാച്ച് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ടാർഗറ്റ് 2,250 ആയിരിക്കും. ഇനി SL അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡിൽ 6 പോയിൻ്റ് ആയിരിക്കും SL വരിക 1:5. അപ്പോൾ 6 പോയിൻ്റ് SL വരുമ്പോൾ 450 രൂപ ആയിരിക്കും ഒരു ലോട്ടിൽ. എനിക്ക് ഈ ഒരു കാൽക്കുലേഷൻസ് ആയിരിക്കും വരിക. ഇനി ഡിസംബറിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ 2 ലോട്ടിലാണ് ചെയ്യുന്നത്. 2 ലോട്ട് വരുമ്പോൾ ഇതിൻ്റെ നേരെ ഡബിൾ ആയിരിക്കില്ല. ഇനി ഡിസംബർ ആവുന്ന സമയത്ത് 10 ലോട്ടിലേക്ക് എത്തിക്കണം എന്നാണ് ഒരു എയിം എന്ന് പറഞ്ഞത്, നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ 10 ലോട്ടിൽ എത്തുകയാണെങ്കിൽ ക്വാണ്ടിറ്റി 750 ആയിരിക്കും ആവുക. ക്യാപിറ്റൽ 3,75,000 ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ടാർഗറ്റ് എന്ന് പറഞ്ഞത് 750 × 30 തന്നെ ആയിരിക്കും ടാർഗറ്റ്. അതിൽ ക്വാണ്ടിറ്റി മാത്രമേ കൂടുന്നുള്ളൂ. അങ്ങനെ കൂടുന്ന സമയത്ത് 22,500 ആയിരിക്കും ഒരു ട്രേഡിൽ ടാർഗറ്റ് ആയിട്ട് വരാം. പിന്നെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞത് ക്വാണ്ടിറ്റി 750 ആണ് ക്വാണ്ടിറ്റി വരിക. 750 × 6 4,500 ആയിരിക്കും സ്റ്റോപ്പ് ലോസ് വരിക. ഓക്കെ, ഇത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാണ്. 75 അല്ല, ഇവിടെ 750 ക്വാണ്ടിറ്റിയാണ്. 750 × 6 4,500 ആയിരിക്കും SL വരിക. അപ്പോൾ അതും സെയിം പോലെ തന്നെ 1:5 തന്നെ ആയിരിക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് 2025 എൻ്റെ ഒരു ചെറിയൊരു പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ജനുവരിയിൽ നിന്ന് ഡിസംബറിലേക്ക് 12 മാസം സമയമുണ്ട്. അതിൽ 2 ലോട്ടിൽ നിന്ന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 ലോട്ട് എന്നുള്ളത് 10 ലോട്ടിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഒരു ചെറിയൊരു എയിം എന്ന് പറഞ്ഞത്. 10 ലോട്ടിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ 8 ലോട്ടാണ് എനിക്ക് കൂട്ടാനുള്ളത്. ഇപ്പോൾ 2 ചെയ്യുന്നത് 10 ആക്കണമെങ്കിൽ 8 ലോട്ട് കൂട്ടണം. അപ്പോൾ 8 ലോട്ട് കൂട്ടണമെന്നുണ്ട്. 8 ലോട്ട് കൂട്ടാൻ എത്ര ടൈമുണ്ട്? 12 മാസം ഉണ്ട്. അപ്പോൾ ഒരു കൊല്ലം കംപ്ലീറ്റ് ഉണ്ട് 8 ലോട്ട് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചാൽ, അങ്ങനെ വെക്കുന്ന സമയത്ത് എനിക്ക് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സാവധാനം കൂട്ടി പോയാൽ മതി. ഇപ്പോൾ 12 മാസം കൊണ്ട് 8 ലോട്ട് കൂട്ടാറുമ്പോൾ ഓരോ മാസം ഒരു ലോട്ട് വെച്ച് കൂട്ടേണ്ട ആവശ്യമില്ലായിരിക്കും. ഒരു ലോട്ട് വെച്ച് കൂട്ടിയാൽ 12 ലോട്ട് കൂട്ടാമല്ലോ. അപ്പോൾ ചില മാസങ്ങളിൽ ഇപ്പോൾ ലോസാണ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൺ ആണ്, എനിക്കൊരു ലോട്ട് കൂട്ടാനുള്ള കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ ക്യാപിറ്റലും എൻ്റെ ഫൈനാൻഷ്യൽ ലെവലൊന്നും അതിന് അനുവദിക്കുന്നില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ മാസം എനിക്ക് ലോട്ട് കൂട്ടണ്ട. ഇപ്പോൾ ഈ ജനുവരിയിൽ ഞാൻ 2 ലോട്ട് വെച്ചിട്ട് ചെയ്തത്. ഇനി ഫെബ്രുവരിയിലും വേണമെങ്കിൽ എനിക്ക് 2 ലോട്ട് തന്നെ വെച്ച് ചെയ്യാം. മാർച്ചിലും വേണമെങ്കിൽ 2 ലോട്ട് തന്നെ വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു ലോട്ട് കൂട്ടി 3 ലോട്ടാക്കാം. പിന്നെ ഒരു 2 മാസം 3 ലോട്ട് തന്നെ വെച്ച് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ അടുത്ത മാസം മാത്രം 4 ലോട്ടാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ സ്ലോലി ഗ്രാജുവലി എനിക്ക് ലോട്ട് കൂട്ടി പോയത്. എല്ലാ മാസവും കൺസിസ്റ്റൻ്റായിട്ട് ഒരു ലോട്ട് എന്തായാലും കൂട്ടണം എന്നുള്ള രീതിയിൽ പെട്ടെന്ന് കൂട്ടി പോകേണ്ട ആവശ്യമില്ല. 12 മാസത്തിൽ ആകെ 8 ലോട്ടല്ലേ കൂട്ടേണ്ടതുള്ളൂ.
അതുകൊണ്ട് അങ്ങനെ സ്ലോ ആൻഡ് ഗ്രാജുവലായിട്ട് ഒരു ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ പ്ലാനിങ് കാര്യങ്ങളൊക്കെ വെച്ചത്. ഇത് അങ്ങനെ ഇപ്പോൾ ഉള്ള നിലവിലുള്ള നിഫ്റ്റീൻ്റെ ലോട്ട് സൈസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള പ്ലാനിങ് ആണ്. അതിന് ലോട്ടിലൊക്കെ അല്ല ക്വാണ്ടിറ്റിയിലൊക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്ലാനിങ്ങിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തേണ്ടി വരും. കാരണം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. കുറച്ച് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ 25 ക്വാണ്ടിറ്റിയാണ് നിഫ്റ്റി. അതുപോലെ ബാങ്ക് നിഫ്റ്റീൻ്റെ ലോട്ടിലും വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ മന്ത്ലി എക്സ്പയറി ആക്കി ബാങ്ക് നിഫ്റ്റി വീക്കിൽ ഒഴിവാക്കിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ സെബിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം അത് അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മാറ്റം വരുത്തും. അതല്ല ഇപ്പോഴത്തെ ഒരു ഈ ഒരു കണ്ടീഷനിൽ ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതൊക്കെയാണ് എൻ്റെ ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് എന്താണെന്നുള്ളത് എന്തായാലും ഞാൻ എല്ലാ അപ്ഡേറ്റ്സും ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി എത്ര ലോട്ട് കൂട്ടുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എത്ര ലോട്ട് കൂട്ടുന്നുണ്ട്, ഓരോ മാസം എത്ര ലോട്ടിലാണ് ചെയ്യുന്നത്, അതിൻ്റെ PNL അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്ത് കൂടെ പിന്നെ സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ്. 2025 ട്രേഡിംഗ് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, ബൈ.